അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രവാചകരായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ പഠിക്കുക എന്നത് വളരെയധികം പുണ്യമുള്ള ഒരു കാര്യമാണ്. ഒരു ഹദീസ് നാം പഠിക്കുമ്പോൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു അറിവ് നമുക്ക് ലഭിക്കുകയും 23 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനവുമായി ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞ അനേകം ഹദീസുകളുണ്ട്. ലക്ഷക്കണക്കിന് ഹദീസുകൾ. ഇതിൽ നിന്നൊരു ഹദീസിന്റെ അറബി പഠിക്കുക എന്നത് സാധാരണക്കാരായ ആളുകൾക്ക് വലിയ പ്രയാസമായി. എന്നാൽ ഒരു ഹദീസിന്റെ അർത്ഥം മനസ്സിലാക്കുക എങ്കിലും ചെയ്തില്ലെങ്കിൽ നാം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കാണിക്കുന്ന ഒരു അനാദരവായിരിക്കും അത്. അതുകൊണ്ട് തന്നെ ഹദീസ് പഠനം എന്ന പേരിൽ നമ്മളുടെ ഈ ചാനലിൽ ഒരു പുതിയ സംരംഭം ആരംഭിക്കുകയാണ്. ഇത് വളരെയധികം ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. ചെറിയ ഹദീസുകളാകുമ്പോൾ ഒരു ക്ലിപ്പിൽ 3 ഹദീസുകൾ, വലിയ ഹദീസുകളാണെങ്കിൽ ഒരു ഹദീസോ അല്ലെങ്കിൽ 2 ഹദീസോ മാത്രമായിരിക്കും ഉണ്ടാവുക. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹദീസിന്റെ അറബി വാക്കുകൾ പഠിക്കുക എന്നത് അല്ല. അതേസമയം ഹദീസിന്റെ അറബി വാചകങ്ങൾ പറഞ്ഞുകൊണ്ട് അതിന്റെ ആശയം നാം മനസ്സിലാക്കുക എന്നതാണ്. ഇവിടെ ഈ ഹദീസ് പഠനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ അർത്ഥമാണെന്ന് ഇതിന്റെ ആദ്യ ഭാഗത്തിൽ തന്നെ കേൾക്കുന്ന എല്ലാവരെയും അറിയിക്കുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. 3 ഹദീസുകളാണ് ഈ ക്ലിപ്പിൽ ഉള്ളത്. ഇതൊരു 2 തവണയെങ്കിലും കേട്ട് ഇതിന്റെ ആശയം സാധാരണക്കാരായ ആളുകൾ പ്രവാചകരുടെ തൃപ്തി നേടണമെന്നും അല്ലാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കണമെന്നും ആഗ്രഹിച്ചുകൊണ്ട് കേട്ട് മനസ്സിലാക്കണം എന്ന് ഉണർത്തുകയും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന, ബഹുമാനപ്പെട്ട അബീ ഉമാമ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ്, അർബഅത്തുൻ തജ്രി അലൈഹിം ഉജൂറുഹും ബഅദൽ മൗത്ത്. 4 വിഭാഗം ആളുകൾ മരണശേഷവും അവരിലേക്ക് അവർ ചെയ്ത അമലിന്റെ പ്രതിഫലം അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ മരണശേഷവും അവർക്ക് പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കും. 1 മൻ മാത മുറാബിതൻ ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി തയ്യാറായിരിക്കുന്ന ഒരു മനുഷ്യൻ, അയാൾ മരണപ്പെട്ടു. 2 മൻ അല്ലമ ഇൽമൻ ഉജ്രിയ ലഹു അമലുഹു മാ ഉമില ബിഹി. നാഫിയായ ഉപകാരമുള്ള ഇൽമു ഒരാൾ പഠിപ്പിച്ചു. എന്നാൽ ആ പഠിച്ച മനുഷ്യൻ
അതുകൊണ്ട് അമൽ ചെയ്യുമ്പോഴെല്ലാം ഇവനിക്ക് ഇങ്ങനെ പ്രതിഫലം ലഭിച്ചു കൊണ്ടിരിക്കും. അതാണ് 2. 3 വമൻ തസദ്ദഖ ബിസദഖത്തിൻ, ഒരു സദഖ ചെയ്തു, ആ സദഖ നിലനിൽക്കുന്ന സദഖയാണ്. ഫഅജ്റുഹാ യജ്രി ലഹു മാ ഉജിദത്, ആ സദഖ നിലനിൽക്കുന്ന കാലത്തൊക്കെയും അതിന്റെ പ്രതിഫലം അവനിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും. വറജുലുൻ തറക വലദൻ സാലിഹൻ ഫഹുവ യദ്ഉ ലഹു, 4ാമത്തെ ഒരു പുരുഷനാണ്. അയാള് തറക വലദൻ സാലിഹ, നല്ല സ്വാലിഹായ ഒരു സന്താനത്തെ അവൻ ഇവിടെ ഉപേക്ഷിച്ചുകൊണ്ടാണ് മരണപ്പെട്ടു പോയത്. ഫഹുവ യദ്ഉ ലഹു, ആ മകൻ അവനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ഈ 4 വിഭാഗങ്ങൾക്കും മരണശേഷവും അവരുടെ പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കും. മറ്റൊരു ഹദീസ്, ഇത് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസ്. അർബഅത്തും മിൻ കൻസിൽ ജന്ന, 4 കാര്യങ്ങൾ സ്വർഗത്തിലെ നിധിയിൽപ്പെട്ടതാണ്. സ്വർഗത്തിലെ നിധിയിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞതിന്റെ വിവക്ഷ, ഈ 4 കാര്യത്തിന്റെ പ്രതിഫലം നിധിയെ സൂക്ഷിക്കപ്പെടുന്നത് പോലെ സ്വർഗത്തിൽ സൂക്ഷിക്കപ്പെടുന്നതാണ് എന്നാണ്. ഏതാണ് 4 കാര്യം? ഒന്ന് ഇഖ്ഫാഉ സ്വദഖത്തി, സ്വദഖയെ മറച്ചു വെക്കൽ, സുന്നത്തായ സ്വദഖ വളരെ രഹസ്യമായി ചെയ്യുക. 2 വഖിത്മാനുൽ മുസീബത്തി, അല്ലാഹുവിന്റെ ഒരു വിപത്ത്, ഒരു പരീക്ഷണം ഉണ്ടായാൽ അത് പരസ്യം ചെയ്യുന്നതിന് പകരം മറച്ചു വെക്കുക. അത് അയൽവാസിയോടും കുടുംബങ്ങളോടും നാട്ടിലും ആകാശവാണിയിലും ഒക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പ്രതിഫലം കുറയും. മാത്രമല്ല അത് നമുക്ക് ഗുണമാവേണ്ടത് കേടായി മാറും. അപ്പം മറച്ചു വെക്കും. 3ാമത്തത് വസിലത്തുർ റഹ്, കുടുംബബന്ധം ചേർക്കുക. 4ാമത്തത് വഖൗലു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ ചൊല്ലുക. ഈ 4 കാര്യം സ്വർഗത്തിലെ നിധിയിൽപ്പെട്ടതാണെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. 3ാമത്തെ ഹദീസ്, സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, റുഫഉ അൽസിനതകും അനിൽ മുസ്ലിമീന, മുസ്ലിമീങ്ങളെ തൊട്ട് നിങ്ങളുടെ നാവുകളെ നിങ്ങൾ ഉയർത്തുക. മുസ്ലിങ്ങളെ തൊട്ട് നാവിനെ ഉയർത്തുക എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഒരു കുറ്റവും പറയാതിരിക്കുക, നന്മ പറയുക, അല്ലെങ്കിൽ മൗനം പാലിക്കുക. മുസ്ലിങ്ങളിൽ നിന്ന് ഒരാൾ മരണപ്പെട്ടാൽ ഫഖൂലു ഫീഹി ഖൈറാ, അവനിൽ നന്മ മാത്രം നിങ്ങൾ പറയുക. 3 ഹദീസാണ് ഇന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ 3 ഹദീസിന്റെ അർത്ഥം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് സാധാരണക്കാരായ ആളുകൾ ഒരു പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഇത് ഒരു 2-3 തവണയെങ്കിലും കേൾക്കണം എന്ന് ഉണർത്തുകയാണ്. ഇതിന്റെ 1ാമത്തെ ഭാഗമാണ് ഇത്. 2ാമത്തെ ഭാഗം അടുത്തു തന്നെ നിങ്ങളിൽ എത്തുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകരുടെ ഹദീസ് പഠിച്ചതിനുള്ള പ്രതിഫലം ഇത് കേട്ട് മനസ്സിലാക്കുന്ന എല്ലാവർക്കും അല്ലാഹു നൽകട്ടെ. ആ പ്രവാചകരോട് കൂടെ ഒരുമിച്ച് കൂടാൻ ഇത് കേൾക്കുന്ന എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. നമ്മുടെ ഈ ചാനലിലുള്ള 2000-ലധികം ആളുകളുണ്ട്. അവരുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു നീക്കുകയും എല്ലാ സന്തോഷങ്ങളും അവർക്ക് അല്ലാഹു നൽകുകയും ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.